2024 ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ പോയി വന്ന രാജ്യമാണ് വിയറ്റ്നാം. ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അധികം ചെലവില്ലാതെ സന്ദർശിക്കാൻ പറ്റിയ ഒരു വിദേശ രാജ്യമാണിത്. ഇപ്പോൾ ഈ സമയമാണ് വിയറ്റ്നാം സന്ദർശിക്കാനുള്ള ബെസ്റ്റ് ടൈം. ബോറടിപ്പിക്കാത്ത യൂണീക്ക് വിയറ്റ്നാം ഐറ്റിനറീസ് വേണോ? സാറ്റർഡേ ഹോളിഡേയ്സ് ഉള്ളപ്പോൾ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ഞങ്ങളുടെ 10 ദിവസത്തെ ഈ വിയറ്റ്നാം പാക്കേജിൽ നിങ്ങൾക്ക് രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് കാഴ്ചകളും സ്ഥലങ്ങളും ആസ്വദിക്കാൻ സാധിക്കും. ഹോച്ചിമിൻ എന്ന തെക്കൻ നഗരത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനോഹരമായ തെരുവുകളിൽ ചുറ്റി നടക്കാം, വിയറ്റ്നാമിന്റെ മഹത്തായ ചരിത്രത്തിൽ മുഴുകാം, മ്യൂസിയങ്ങളും മാർക്കറ്റുകളും സന്ദർശിക്കാം. ഹോച്ചിമിൻ സിറ്റിക്ക് പുറത്ത് വിയറ്റ്നാം യുദ്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ടണൽ സംവിധാനമാണ് കൂച്ചി ടണൽസ്. ഇവിടെ തുരങ്കത്തിനുള്ളിലേക്ക് പോയി കുറച്ച് ചരിത്രം പഠിക്കാനും ഗൺ റേഞ്ചിൽ പങ്കെടുക്കാനും അവസരം കിട്ടുന്നതാണ്. ആമ്പൽപ്പൂക്കളുടെ സ്വർഗമായ വിയറ്റ്നാമിലെ മക്കോങ് ഡെൽറ്റ. ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഹോച്ചിമിൻ നഗരത്തിലെ കാഴ്ചകൾ അവസാനിക്കുമ്പോൾ കൂടുതൽ കാഴ്ചകൾ തേടി മധ്യ വിയറ്റ്നാമായിട്ടുള്ള ഹൊയാൻ നഗരത്തിലേക്ക് പറക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണിത്തരങ്ങൾ ഇഷ്ടമുള്ള ഡിസൈനിൽ നെയ്തെടുത്ത് തുന്നി വാങ്ങാവുന്നതാണ്. കൂടാതെ ദാനാങ്ങിലെ ബാന ഹിൽസിൽ തണുത്ത കാലാവസ്ഥയിൽ ഒരു വിനോദകരമായിട്ടുള്ള ദിവസം ചെലവഴിക്കാവുന്നതാണ്. കോക്കനട്ട് വില്ലേജിലെ ബാംബു ബാസ്കറ്റ് ബോർഡ് യാത്രയ്ക്കും ഹൊയാനിലെ ബുദ്ധവിഹാരങ്ങൾക്കും ബാന ഹിൽസിലെ കേബിൾ കാർ റൈഡിനും ഗോൾഡൻ ബ്രിഡ്ജിന്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾക്കും ശേഷം നമ്മൾ പോകുന്നത് ഹാനോയിലേക്കാണ്. വിയറ്റ്നാമിന്റെ വടക്കൻ തലസ്ഥാനമായിട്ടുള്ള ഹാനോയി വെറുതെ ചുറ്റി നടക്കാനും തെരുവ് ഭക്ഷണം കഴിക്കാനും നഗരഭംഗി ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണ്. ഹാനോയിലെ പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കും ബോട്ട് റൈഡിനും ശേഷം നീൻബിങ്ങിലേക്ക്. ഇവിടുത്തെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായ ലൈംസ്റ്റോൺ മലകളും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളുമൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഉൾക്കടലുകളിലൊന്നായ ഹാലോങ് ബേയിലേക്ക് പോകാം. പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആയിരക്കണക്കിന് ചുണ്ണാമ്പ് കല്ലുകളാൽ നിർമ്മിതമായ ദ്വീപുകൾ, സ്വാദിഷ്ടമായ ഭക്ഷണം നുകർന്നുകൊണ്ട് ഉൾക്കടലിലൂടെയുള്ളൊരു ക്രൂയിസ് യാത്ര, ഭൂമിയെ രക്ഷിക്കാനായി ഡ്രാഗൺ ഇറങ്ങിയ കടലിടുക്ക് എന്ന പേരിൽ ഫേമസ് ആയിട്ടുള്ള ഈ ഹാലോങ് ബേയുടെ സൗന്ദര്യം നിങ്ങളെ അതിശയിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ 100 വർഷക്കാലമായി വിയറ്റ്നാമിലെ യുദ്ധത്തിനോ വിനോദസഞ്ചാരത്തിനോ ഇല്ലാതാക്കാൻ കഴിയാത്ത പാരമ്പര്യവും സൗന്ദര്യവും പേറി മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കുന്നിൻ ചെരുവിലെ അതിസുന്ദരിയായ പട്ടണമാണ് സാപ്പ. വിയറ്റ്നാമിൽ വന്നവർ പിന്നെ സാപ്പ കാണാതെ മടങ്ങില്ല. വിയറ്റ്നാം ഒരു അത്ഭുതമാണ്. ഈ അവസരം പാഴാക്കാതിരിക്കും. ഈ യാത്രയുടെ പൂർണ്ണ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് ചെയ്യൂ, നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പാക്കൂ. സാരഥി ഹോളിഡേയ്സ് എന്നും നിങ്ങൾക്കൊപ്പം. എക്സ്പ്ലോർ ബിഫോർ എക്സ്പയർ.